കുട്ടികൾ 1600ഓളം വരുന്ന കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. രക്ഷകർത്താക്കൾ അതിന് പുറമെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കേരളത്തിൻ്റെ നാളത്തെ തലമുറയ്ക്ക് അവരുന്നത വിജയം നേടുമ്പോൾ അവരുടെ നേട്ടങ്ങളെ അംഗീകരിക്കാൻ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുന്ന കഴിഞ്ഞ 9 വർഷമായി ഇങ്ങനെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ അടങ്ങുന്ന സൂര്യകാന്തി എന്ന പരിപാടി സംഘടിപ്പിക്കുന്ന ശ്രീ CK ഹരീന്ദ്രൻ MLAയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണ്. തിരുവനന്തപുരത്തേക്കുള്ള അഴീക്കോട് തിരുവനന്തപുരം യാത്രാ സൗകര്യം കുറച്ചുകൂടി സൗകര്യപ്രദമാകും. അതിനുള്ള പദ്ധതി ചില സ്ഥലത്ത് സ്ഥലമേറ്റെടുത്തുള്ള കാര്യങ്ങൾ വരികയാണ്. ഇവിടുത്തെ MLAമാരും മറ്റ് ജനപ്രതിനിധികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ വികസിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ നാടിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നിങ്ങളുടെ പ്രവർത്തിക്കുന്ന പുതിയ തലമുറയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. MLAയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇവിടുത്തെ ജനാധിപത്യ സ്ഥാപനങ്ങളെല്ലാം കൂടി നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക്, ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും സജീവമായ പിന്തുണയോടുകൂടി കൂടുതൽ മുന്നേറ്റം ഉണ്ടാകുമെന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിരിക്കും. The teachers who are retiring from their jobs, അവർക്കും ആശംസ കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. ഞാൻ ദീർഘപ്രസംഗത്തിലേക്ക് പോകുന്നില്ല, പക്ഷേ നമ്മുടെ കുട്ടികളിവിടെയുണ്ട്. കുട്ടികളുടെ അടുത്ത് പറയാനുള്ള എനിക്ക് 2 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, നമുക്ക് +2 നിന്ന് പാസ്സായ കുട്ടികൾ ഇനി കോളേജസ് ഓക്കെയിലേക്ക് പോകും. ആ കോളേജസ് ചിലപ്പോൾ നമ്മുടെ സംസ്ഥാനം കേരളത്തിനുള്ളിൽ തന്നെ ഉണ്ടാവും, ചിലപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് പുറമെയുള്ള കോളേജുകൾ കൂടി ഉണ്ടാവും. ചില പ്രാവശ്യം എന്ത് സംഭവിക്കാറുണ്ട്, കുട്ടികൾ ഒരു പുതിയ സ്ഥലത്തിലേക്ക് പോകുമ്പോഴത്തേക്ക്, പ്രത്യേകം കോളേജ് ഓക്കെയിലേക്ക് പോകുമ്പോഴത്തേക്ക്, റെസിഡൻഷ്യൽ കോളേജിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ അവർക്ക് പുതിയ ഫ്രണ്ട്സ് കിട്ടും, പുതിയ ആൾ കിട്ടും. ആൻഡ് സംടൈംസ് these friends might not actually be the friends and they might try to pull you into bad habits. 1ാം റാങ്ക് നേടിയ നന്ദന M. മോഹൻ.